കഴിഞ്ഞോ? അയ്യോ നോക്കി ആസ്വദിച്ചോണ്ടിരിക്കാതെ അങ്ങോട്ട് തുടയ്ക്ക് കയ്യമർത്തി. അതിന് വേനിക്കൊന്നുമില്ല. ആ നിനക്കിന്ന് റെസ്റ്റാ, നീ ഫ്രീ. നിങ്ങൾക്ക് വട്ട്. ഇവിടെ അടിച്ചു വാരാത്തതും മാറലുള്ളതും കൊണ്ടൊന്നും അല്ല പനി വന്നത്. അതിന്റെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കും. എവിടാണ് പനി വരത്തണത്? അവള് പനി വരത്തല്ല, അവള് പനി വരുത്തി കൂട്ടും. വഴി കിടക്കണ മാങ്ങ, പേരക്ക, ചക്ക, തേങ്ങ, എന്ത് സാധനം കിട്ടിയാലും അവളുടെ വായിലോട്ട്. മോളെ ഇനിയിപ്പോ അതൊക്കെ തിന്നാൻ നിന്നാണ്ടല്ല വിവരം അറിയും. വവ്വാലാണ് ഇതൊക്കെ പരത്തണത് അസുഖം. എനിക്ക് രണ്ടാത്തൊന്നും ഇവിടെ നിന്ന് അടിച്ചു വരാറില്ല. എന്തോ സേവനമാരോ സേവനമാരോ ചൂലൊക്കെ എടുത്തിക്കണു. വീട് വൃത്തിയാക്കണത് സേവനപരം ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവോ? അല്ല നീ അതൊന്നും ചെയ്യാറില്ലല്ലോ. ചെയ്യുന്നവർ ആക്ഷേപിക്കാറല്ലേ ഉള്ളൂ. ആണാ? ഞാൻ എനിക്ക് സൗകര്യമുള്ളവരെയൊക്കെ ചെയ്യും. ഞാൻ ചിലപ്പോൾ ആക്ഷേപിക്കും, കളിയാക്കും, ചിരിക്കും, ചിലപ്പോൾ സഹായിക്കും. നിനക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് പണിയുണ്ട്. പുതിയ അസുഖമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വെളിയിലൊന്നും കാണണ്ട. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ അടിച്ച് വാരിയതിനു ശേഷം നീ മേലോട്ട് കയറും. ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യും. ഓ ഞാൻ ഇപ്പൊ വന്ന് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാ? വാ കയറി വാ. ആ എന്തോ അതിന്റെ കൈ ഇരിക്കണത്? ഗന്ധിയാമ്പോണിത്. അമ്പിളിച്ചേട്ടൻ നിലയില് ചോറിനോളം പറഞ്ഞു. നന്നായിരിക്കും. എന്റെ കൊച്ചാ വവ്വാല് തൂറിയൊക്കെ ഇടുന്ന ഇലയാണ്, അതങ്ങോട്ട് കളയും. വവ്വാലാണ് ഇപ്പോഴത്തെ പനി വരത്തണത്. അതിൽ ചോറിനകത്തെ കുറവേള് നന്നായിരിക്കും. അതിലൊന്നുമില്ല. അതിലൊന്നുമില്ല. ഡേ വവ്വാല് ചപ്പി നാലഞ്ച് മാങ്ങ ഇരിക്കണത് തരട്ടാ, നീ തിന്നു. അവന് വാഴ ഭയങ്കര തമാശക്കാരാണ് ആളിയാ. അതുപോലെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തോന്ന്? മറന്നോളെ പെട്ടെന്ന് ചോദിക്കാം. നല്ല ചായ തുടക്കടി അങ്ങോട്ട്. ഓ നീ ഇപ്പം മിലിറ്ററിയിലൊക്കെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ ആളെ എടുത്തു തുടങ്ങിയ? ക്ലീറ്റയോ? ബസ്സിലോട്ട് ആളെ കയറ്റാൻ പറ്റില്ല. മിലിറ്ററിയിൽ റിക്രൂട്ട്മെന്റ്. നിന്നോട് തമാശ അടിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്താന്ന് അറിഞ്ഞു? നീ മിലിറ്ററിയിൽ ചേർക്കാന്ന് പറഞ്ഞ് കുറച്ചുകൂടി എടുത്ത് പൈസ ഒക്കെ വാങ്ങിച്ചെന്നാണല്ലോ അറിഞ്ഞത്. നിനക്ക് പല തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാടേ? ആരെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് അത് എടുത്ത് പിടിച്ചോണ്ട് നടന്നോണോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല, പഞ്ചായത്തിൽ ഒരു കംപ്ലൈന്റ് വന്നു എനിക്ക്. അമ്പളിക്കുട്ട, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യം നീ നോക്കാൻ അന്വേഷിക്കാൻ നടക്കല്ലോ കേട്ടാ. ഞാൻ രാജേന്ദ്രൻ എന്റെ മോനെ മിലിറ്ററി കയറ്റാന്ന് പറഞ്ഞ് 25,000 രൂപ വാങ്ങിച്ച. ആര്? രാജേന്ദ്രൻ എന്നൊക്കെ അറിഞ്ഞൂടാ? ഇവൻ എന്തിന്റെ? അവന് നല്ല സുഖമല്ല. തക്കളി നീ അങ്ങോട്ട് തൊട. തക്കളി ചുമ്മാ നീ. ഞാനൊരു കാര്യം പറയാം, സാധാരണ കളിയല്ല, രാജദ്രോഹ കുറ്റമാണ് കേട്ടാ. ഇവനെന്തോ വലിയ അസുഖമുണ്ട്. മിലിറ്ററി കയറ്റാന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ചു. സത്യമാണ് അമ്പിളിക്കുട്ടൻ ചേട്ടാ? പിന്നെ അല്ലാതെ ഞാൻ കള്ളം പറയോ? ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാതെ എൻ്റെ കുടുംബ വിഷയങ്ങളിലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലോ നീ ഇടപെടണം എനിക്ക് ഇഷ്ടമല്ല. നിന്റെ അടുത്ത് ഞാൻ എന്നാളെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ അയൽവാസി അല്ലടാ. അയ്യോ അയൽവാസിയാ? നീ അയൽവാസിയല്ല, അയൽവാസി ഒരു ദരിദ്രവാസി. നീയും എന്റെ അയൽവാസിയാണ് എന്നുള്ള ഓർമ്മ വേണം കേട്ടാ ഇത് പറയുമ്പോ. നിന്നെ ഞാൻ അയൽവാസിയായിട്ടൊന്നും കണ്ടിട്ടില്ലടാ. എന്റെ ഫോൺ അടിക്കുന്നു. ചോദിച്ചോ കേട്ടാ, ഇത് ഭയങ്കര കേസാണിത്, രാജ്യദ്രോഹ കുറ്റമാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഫോൺ അടിച്ചില്ല അല്ലേ? ബെല്ലടിക്കുമ്പോൾ ഫോൺ അടിച്ച ഫോൺ ബെല്ലടിച്ചു. ഫോൺ അടിച്ചു അമ്പിളിക്കുട്ടൻ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് അവനെന്ത് പറഞ്ഞോളാതെ? വേറെ എന്താണ് പണി? അസൂയ. അസൂയ ആരോടായിരിക്കും? എന്നോടല്ല. അവന് വേറെ എന്ത് കണ്ടിട്ട് അസൂയപ്പെടാനാ? നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയണില്ലേ, അത് കണ്ടിട്ട് സഹിക്കുന്നില്ല അവന്. അല്ലാതെ വേറെ എന്തോന്നടി? അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെന്ത്? വേറെ ഒന്നുമില്ല. വേറെ എന്ത്? പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളത്തിന്റെ ആലോചിക്കാൻ തോന്നുന്നു. നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്ത്. അതുകൊണ്ട് ഇതിലെ ഒരുപാട് പട്ടാളക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. അതുകൊണ്ട് ഈ പട്ടാളക്കാരെ എല്ലാം ഞാൻ കൈയും കാലും കാണിക്കും, സംസാരിക്കും, പരിചയമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കാണുന്നവർക്കെല്ലാം തോന്നും എനിക്ക് പട്ടാളക്കാരോട് ഭയങ്കര ബന്ധമുണ്ട്, ഇന്ത്യൻ മിലിറ്ററിയുടെ വലിയ ആണെന്ന് ഞാനെന്നേ. അപ്പോൾ എന്ത്? അപ്പോൾ ഒന്നുമില്ല, അവരങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ വഴി ചോദിക്കും, നമ്മുടെ മിലിറ്ററിയിൽ എന്തെങ്കിലും ഒരു വേക്കൻസി കിട്ടുമോ, ശരിയാക്കി തരുമോ എന്നൊക്കെ പലരും ചോദിച്ച് എന്നെ സമീപിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാജ്യദ്രോഹം അതെനിക്ക് ഇഷ്ടമല്ല. വേറെ ഒന്നുമില്ല. വേറെ എന്താണ് തങ്കം? പിന്നെ ആ 25,000 രൂപയുടെ കണക്ക് പറഞ്ഞത് എന്താ? അവനോട് ചോദിക്കും. അവൻ എന്തേലും പൊട്ടത്തിന് പറഞ്ഞാൽ നീ അത് കേട്ടങ്ങ് വിശ്വസിച്ചാണോ? നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ ക്ലീറ്റോ. അതെ, നിർത്ത്. എന്നെ വിശ്വാസമല്ല. നീ എന്നെ അങ്ങനെ വിളിക്കുകയോ വേണ്ട. എന്റെ ക്ലീറ്റോ.
നിങ്ങളെ ഒരുപാട് പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ക്ലീറ്റോ. എന്റെ അച്ഛനെ പട്ടാളത്തിൽ ചേർത്തത് നിങ്ങളാന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നില്ലേ നിങ്ങള്? കർത്താവ്, ഞാൻ ആരോട് എപ്പോ പറഞ്ഞു? നീ എന്തേലും പറയാ? അയ്യോ, ഓർമ്മയില്ല. അന്ന് അത് തമാശയായിട്ട് കനകൻ എടുത്തോണ്ട് നിങ്ങളുടെ കഴുത്തിന് മേളിൽ ഇപ്പോഴും തലയുണ്ട്. അല്ലേ പിന്നെ എന്റെ തല അങ്ങനെ എടുത്തേനെ. ഇത് ചുമ്മാ നിങ്ങൾ ഇവിടുന്ന് നോക്കിയേ. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ എപ്പോഴും പറയണ പോലെ ആയിരിക്കില്ല. സത്യം ക്ലീറ്റോ, നിങ്ങളെ ഞാൻ കൊല്ലും. അതിനു വേണ്ടല്ലോ, നിനക്കിത് പറഞ്ഞെന്ന് അവനെ ഞാൻ കൊല്ലും കേട്ടോ. കാണാ ഏതാ നടക്കണെന്ന്. മാറാം കൂടെ. ഞാൻ പറഞ്ഞാൽ അത് നടക്കും. വെറുതെ എന്തേലും പറയാനും ഇവിടെ ഓരോരുത്തർ കേൾക്കാനും വിശ്വസിക്കാനും അങ്ങനെ നടക്കണം. ഡാഡി, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അങ്ങനെ സംഭവിച്ചു പോയ എന്റെ പൊന്നു മോളെ. അപ്പൊ ഈ ലവ് മാരേജ് ഭയങ്കര പരാജയം എന്ന് പറയുന്നതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ലവ് മാരേജ് അല്ല, മാരേജ് എന്ന് പറയണത്, വിവാഹം എന്ന് പറയണതേ ലോക പരാജയമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 ചോദ്യമായി ഉത്തരമായി. കണ്ടില്ലേ, മനുഷ്യൻ ഇത്തിരി സമയം മനസ്സമാനായിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കുമല്ലോ. ഞാനേ സമാധാനം കിട്ടുന്ന എങ്ങോട്ടായാലും പോയിട്ട് വരട്ടെ. എങ്ങോട്ട്? പട്ടാള ക്യാമ്പിലോട്ടാണോ? അതാടാ, പട്ടാള ക്യാമ്പിൽ പോയി ഞാൻ ഒരു തോക്ക് മേടിക്കാൻ പോണു. തോക്ക് വാങ്ങിച്ച് ആരെ വെടിയേക്കാൻ പോണോ? പട്ടിയെ വെടിയേക്കാനാ? പട്ടിയല്ല, മനുഷ്യന്റെ രൂപമായിട്ട് കുറെ പട്ടികളുണ്ട്, അവന്മാരെ വെടിയേക്കാൻ. അപ്പൊ നീ സ്വയം വെടിവെച്ചതാവാൻ തീരുമാനിച്ച? ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാനൊരു പാവപ്പെട്ട ഒരുത്തനാണ്. എൻ്റെ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോവാണ്. ദയവ് ചെയ്ത് നീ ഉപദ്രവിക്കരുത് കേട്ടോ. അളിയ, ഞാൻ ഉപദ്രവിക്കണല്ലോ. നീ എൻ്റെ പഞ്ചായത്ത് ജീവിക്കുന്നല്ലേ, എൻ്റെ കൂട്ടുകാരല്ലേ. അപ്പൊ നിന്റെ കാര്യങ്ങൾ ഞാൻ ഇടപെടണ്ടേ. നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ആണല്ലോ, എൻ്റെ സന്തോഷമാണല്ലോ നിന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ പറയണു, ദയവ് ചെയ്ത് എൻ്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടാൻ വരരുത്. ഒരു കുടുംബം കലക്കിട്ട് രണ്ടും കൂടെ ഇരുന്ന് കിന്നാരം പറയണു. എടാ, നിന്റെ കുടുംബം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, മനസ്സിലായോ? നീ ആ പൈസ വാങ്ങിച്ചാൽ ശരിയായില്ല കേട്ടാ. ഡാടാ, ഞാൻ പൈസ വാങ്ങിക്കണം. നീ കണ്ടോടാ നീ? എന്തിനാ കാണും? നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? നീ വാങ്ങിക്കും, എനിക്കറിയാം. തന്നെ നീ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അന്വേഷണം നടക്കേണ്ട കാര്യം നിനക്ക് വേറെ ഒരു കാര്യമില്ലേ? നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ? പിന്നെ നീ വെറും പഞ്ചായത്ത് മെമ്പറാണ്, അല്ല നീ മറ്റേ മജിസ്ട്രേറ്റ് ഒന്നും അല്ല. കാര്യം അന്വേഷിക്കാൻ നടക്കണം. പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നീ അതൊക്കെ അന്വേഷിക്കുക. ഞാൻ എല്ലാ കാര്യവും അന്വേഷിക്കാൻ, അതിൻ്റെ ഇടയിലാണ് ഇത് വന്നത്. നീ കൂടുതൽ എൻ്റെ കാര്യം അന്വേഷിക്കണ്ട കേട്ടാ. ഞാൻ അവസാനമായിട്ട് പറയണ്, നീ ഇനി മേലാൽ എൻ്റെ കാര്യം അന്വേഷിക്കണ്ട. ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി കേട്ടാ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറായ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും കേട്ടാ. പ്രത്യേകിച്ച് ഇതുപോലെ നിന്നെപ്പോലെ ഒരുത്തന്റെ കാര്യം മൊത്തത്തിൽ ഞാൻ അന്വേഷിക്കും. നീ നോക്കിക്കോ, വൈകാതെ ഞാൻ ബോംബിടും നിന്റെ വീട്ടിൽ. നീ 25,000 മാത്രമാണോ വാങ്ങിച്ചത്? വേറെ പലരും വാങ്ങിച്ചതായിട്ട് ഞാൻ അറിഞ്ഞല്ല. ഞാൻ ഒരുപാട് വാങ്ങൂടാ, ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ടാ. ഞാൻ വാങ്ങിച്ച കണക്കൊക്കെ ഞാൻ നിനക്ക് നിരത്തി തരാം. കുറച്ച് കഴിയുമ്പോൾ അറിയും ഞാൻ. നീ കണക്ക് നിരത്തണ്ട, എനിക്കറിയാം. അറിയാവുന്നില്ല. കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞിട്ട് ഒരുത്തം വന്ന് ഇരിക്കും. നല്ലൊരു മൂഡിൽ എങ്ങനെ വന്നതാണ്, അതും തൊലച്ചു ഇഷ്ടായി. കഴിഞ്ഞ കൊള്ളാം. അമ്പളിക്കുട്ടനുണ്ടല്ലോ, അവൻ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കൂലെന്നാണ് ഞാൻ നേതാവിനോട് അന്നേ പറഞ്ഞതല്ലേ അവനെ കൊന്നുകളയാമെന്ന്. അല്ല, ഇപ്പോഴെന്തോ പുതിയ പ്രശ്നം? നമ്മൾ പണ്ട് പട്ടാളത്തിൽ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് 1-2 പേരെ കാശ് മേടിച്ചില്ലേ? ആ കേസൊക്കെ ഇവൻ തങ്കത്തിനോട് വിളിച്ച് പറഞ്ഞേക്കാം. അത് കുറെ കാലമായിട്ട് നമ്മള് യുദ്ധമൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നീട് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവല്ലേ കാര്യങ്ങൾ. സംഭവം ശരിയാ. അവനിപ്പോ പറഞ്ഞ് പഞ്ചായത്തിൽ വെച്ചിട്ട് അവനെ ആരോ ഒന്ന് കണ്ട് പരാതി പറഞ്ഞു, നമ്മളിങ്ങനെ പൈസ വാങ്ങിച്ചു എന്നും പറഞ്ഞു. പരാതി പറഞ്ഞു? ആ കുഴപ്പമാവുന്നേ. തങ്കമാണെങ്കിൽ ഇനി എന്നെ എനിക്കറിയില്ല. അല്ല, അവനെ കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, എന്തായാലും അളിയനെ തിരക്കി ആൾക്കാർ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് വരും. ഒരു യുദ്ധത്തിന് സാധ്യത അതിർത്തിയിൽ പ്രശ്നമാണ്. എടാ, അതിർത്തിയിലൊന്നും അല്ല, മിക്കവാറും എൻ്റെ വീട്ടിലൊരു യുദ്ധം നടക്കും. എൻ്റെ അയലോക്കമായിട്ട് ഞാനും അമ്പളിക്കുട്ടനായിട്ട് രണ്ടിൽ നിന്ന് മിക്കവാറും നടക്കും. അല്ല, മീറ്റിംഗ് ബക്കറ്റ് പിരിവ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും കുറച്ച് പൈസ പിരിച്ചിട്ട് കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുക്കായിരുന്നു. കാശ് തിരിച്ചു കൊടുക്കാനോ? നമ്മളത് ചെയ്യാറില്ലല്ലോ. എടാ, ഇത് എല്ലാ കേസും പോലെ അല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. രാജ്യദ്രോഹം? അതെന്താണ്? അതെ, ഒരു ടൈപ്പ് പുതിയ ബോണ്ട മറ്റേ ബാബോണ്ടന്റെ കടയിലുണ്ട്. ബാ, ഞാൻ വാങ്ങിച്ചു തരാം. ബാ, കുടിക്കാനും വാങ്ങിച്ചു തരാം. ബാ. എന്റെ കർത്താവേ, എന്തുമാത്രം ബോംബ് അതിർത്തിയിൽ വെറുതെ വീഴുന്നുണ്ട്. ഇന്നത്തെ കറി സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ്.
നല്ല രസമായി ഈ കറി ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിലാണ് ഈ ജില്ലയിൽ എൻ്റെ അമ്മ പോയിട്ടേ ഉള്ളു വേറെ ആരും. ഓ നല്ലത് പറഞ്ഞാലും ഗൗരവം എന്ന് പറഞ്ഞാൽ നീ ചിരിച്ചൂടെ? അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എന്നെ പറ്റി ആൾക്കാർ പല ഇല്ല വചനങ്ങളൊക്കെ പറയും. അതൊക്കെ കേട്ട് നീ മുഖം ഇങ്ങനെ കടന്നലൂത്തിയോട് വെച്ചോണ്ടിരുന്ന ആഴ്ചക്കാലം മുഴുവനും മുഖം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. ദയവ് ഇതിനോട് സംസാരിക്കാതിരിക്കാൻ പോകും. വാ തുറന്നാ നിങ്ങൾ നുണയെ പറയുള്ളൂ. ഇത് തന്നെ നിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, നിനക്ക് എന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ്. ഭൂലോകത്തുള്ള എല്ലാവരെയും വിശ്വാസമുണ്ട്, എന്നെ മാത്രം വിശ്വാസം. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നു ക്ലീറ്റോ? ഞാൻ സത്യങ്ങൾ പറയുമ്പോൾ അതും നുണ. ബാക്കിയുള്ളവർ എന്നെ പറ്റി ക്ലീറ്റോനും അറിയാം, എനിക്കും അറിയാം നിങ്ങൾ പറയണ നുണയാണെന്ന്. പിന്നെന്താ ഇത് എന്താണ്? അപ്പൊ എന്തേലും പൊട്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ അതും ഓർമ്മിച്ചുണ്ടെങ്കിൽ ഇരുന്നോണം. എനിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് മനസ്സിൽ വെച്ചിട്ട് ആഹാരം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറയാം. എനിക്കത് അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. കഴിക്കും നീ കഴിക്കും. അതെ, ഈ പട്ടാളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു അപവാദം വന്നില്ലേ, അതിലുള്ള അവന്മാരാ. അവന്മാര് ഞാനിവിടെ ഇല്ലാന്നൊന്ന് പറഞ്ഞേരെ. വേറെ ഒന്നുമല്ല, സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നാമത് രാത്രി സമയം അവന്മാർ ഇനി വന്ന് എന്തെങ്കിലും അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിച്ച് വെറുതെ ആൾക്കാരൊക്കെ കേട്ടാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആളുടെ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവരെ വിട്ടാൽ മതി. ക്ലീറ്റോ ചെന്ന് കാര്യം പറഞ്ഞു. ഞാൻ പൈസ മേടിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോദിക്കണം. ഞാൻ അവിടെ ചെന്ന് ഇടപെട്ട് അത് ശരിയാവൂല. ഒരു ശരിയായിക്കല്ല, ഞാൻ വരാമല്ലോ. ഇതെന്താണ് ഇന്നത്തെ നമ്മുടെ സമൂഹം വളരെ മോശമാണ്. ഒരാളെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് മോശങ്ങൾ അമ്പളിക്കുട്ടൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. നടക്കില്ല, കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അതിനകത്ത്. നാളെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ട് എന്ത് ചെയ്യും അവരെ? ഈ വെച്ച് കാണുമ്പോഴല്ലോ വീട്ടിൽ വന്ന് കാണുന്നത്. വീട്ടിൽ വന്ന് കാണുമ്പോൾ പരിസരം നമ്മൾ വളരെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. ക്ലീറ്റോ പോണോ? ഞാൻ പോണോ? തങ്കം, നീ പോയിട്ട് ഞാൻ ഇല്ലാന്ന് നീ പറയും. അത് ഞാൻ പറയില്ല ക്ലീറ്റോ, ഞാൻ പറയില്ല. എന്താ ക്ലീറ്റോ ഇങ്ങനെ പേടി? അതെ, എന്തിനാ പേടിക്കണേ? എനിക്കൊരു സംശയം. അതെ, ഞാൻ എപ്പോഴും അറിയാതെ ഇച്ചിരി പൈസ വാങ്ങിച്ചോന്നൊരു സംശയം. അതെ പൊന്നുമോളെ, നീ എന്നെ ഒറ്റ കൊടുക്കരുത്. രാജ്യദ്രോഹ കുറ്റമാണ്. നീ അവരോട് പറയില്ല എന്ന് പറയണേ. പറയും. ഞാൻ ഫോൺ ചെയ്യാൻ വന്നേ. ഫോൺ ചെയ്യാൻ വന്നേടെ. ഫോണെവിടെ? ഫോണെവിടെ? ഫോണകത്തിരിക്കും. ഇവിടെ റേഞ്ച് ഉണ്ടോ നോക്കണേ. നോക്കിട്ട് ഫോണില്ലാതെ. ഫോണില്ലാതെ. ഓ ക്ലീറ്റസേ, ക്ലീറ്റസ്, ക്ലീറ്റസ്. പറഞ്ഞില്ല, ശരിയാക്കി തരാം. ക്ലീറ്റോ ഇല്ലല്ലോ. എപ്പോ വരും? എപ്പ വരും എനിക്കറിയില്ല. ഇപ്പൊ ഇല്ല. രാവിലെ ഇവിടെ കണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാ പോയേ. അതെയാ? നിങ്ങളുടെ അച്ഛനല്ലേ പട്ടാളത്തിലുണ്ടായിരുന്നു? നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ? എന്തറിയാൻ വേണ്ടിട്ടാ വന്നിരിക്കണേ? അല്ല, ഇവന്റെ അനുജനെ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ് 25,000 വാങ്ങിയിട്ട് 6 മാസത്തോളമായി. ഓരോ പ്രാവശ്യം ഓരോ ഒഴിവ് പറയുന്നു. അപ്പോൾ ക്ലീറ്റോ എന്ന് കാണണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി ഓഫീസിൽ പോയി പറയണം, അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്ന് എന്തായാലും എനിക്ക് ക്ലീറ്റോയെ കാണണം, അതുകൊണ്ടാണ്. ക്ലീറ്റോ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ക്ലീറ്റോനെ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? അല്ല, അത് പുള്ളി കുറച്ച് കാശ് മേടിച്ചിട്ട് ഇന്ന് തരാം, നാളെ ജോലിക്ക് ശരിയാക്കി തരാമെന്നെല്ലാം പറയണതല്ലാതെ ഒന്നും ശരിയാക്കി തരണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കുമ്പോഴല്ല അവിടെ യുദ്ധം കൂടുതലാണ്, അല്ല യുദ്ധം കുറവാണ്, കൂടുതലായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ള ആളിനെ എന്നൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൈസയ്ക്ക് തരാൻ പറയണം. വിളിക്കുമ്പോഴെല്ലാം ഫോണും എടുക്കത്തില്ല, പുള്ളിയെ കാണത്തുമില്ല. പുള്ളി നമ്മളെ കാണുമ്പോഴൊന്നും പുറത്ത് കാണത്തില്ല. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ചേട്ടാ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് 25,000 രൂപ തരാനുണ്ട്, 30,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ. വേറെ ആൾക്കാരെന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരും. വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന്.
നിങ്ങൾ ഇവിടെ വന്നിട്ട് 25,000 രൂപ തരാനുണ്ട് 30,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ വേറെ ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാരെന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുമായിരിക്കും, അല്ലെങ്കിൽ ജോലി ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു 6 തരും. മാസത്തിൽ കൂടുതലായല്ലോ, ഇനി എന്ന് ശരിയാക്കി തരാന്ന് പറയുന്നത്? പൈസ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയാ പോരെ? പൈസ തിരിച്ചിട്ട് തരണ്ടേ? വിളിച്ചിട്ട് ഫോണിൽ കൊടുക്കുന്നില്ല, ആളിനെ കാണണ്ടേ? ആള് പൈസ തരാന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൈസ തരണ്ടേ? നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസയാ. അവനാണെങ്കിൽ ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും വീട്ടിൽ ഇരുന്ന് കരയുക. മര്യാദ ഇവിടെ ഇപ്പൊ ക്ലീറ്റോ ഇല്ല, ഇവിടെ ഇരുന്ന് ബഹളം വെക്കാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകണം. വേറെ തിരിച്ചു പോകണം. എന്ത് വർത്താനം പറയുന്നത്? ക്ലീറ്റോസിനെ കാണണം. ക്ലീറ്റോ ഇവിടെ ഇല്ല ചേട്ടാ. ക്ലീറ്റസിനെ കാണാൻ നമ്മളൊന്നും പോകത്തില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വരട്ടെ ക്ലീറ്റസ്, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. വരട്ടെ, പൈസ വരട്ടെ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കൂട്ടോ. നിങ്ങൾ പോലീസിനെ വിളിക്കും വേണ്ടുമ്പോൾ നമുക്ക് എന്ത് പേടി? നമ്മളെ കാശല്ലേ വാങ്ങിച്ചേക്കുന്നത്, പിന്നെ നമുക്ക് എന്തിനു പേടിക്കണത്? നിങ്ങൾ പൈസ മേടിച്ചാ ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തുണ്ടെങ്കിൽ വിളിക്കുക ആളിനെ. ഇവിടെ എന്തോന്ന് ബഹളം ഉണ്ടാക്കണേ? ചേട്ടന്റെ പരാതി തന്നെയല്ലേട്ടാ, ചേട്ടന് അറിഞ്ഞൂടെ കാര്യങ്ങൾ? പൈസ തരാൻ പറയട്ടെ, 6 മാസത്തിൽ കൂടുതലായില്ലേ? അതാ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ വാങ്ങിച്ച പൈസ പട്ടാളത്തിൽ ചേർക്കാൻ വേറെ ആൾക്കാർ 1 വർഷത്തിൽ കൂടുതലായി പൈസ മേടിച്ചേക്കുന്നത്. അതെനിക്കറിയാം, അതിന് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്ര ദിവസമായി ചേട്ടാ. എന്ന് പറഞ്ഞ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി നിങ്ങൾ ബഹളം ഉണ്ടാക്കും. ചേട്ടാ നമ്മൾ ബഹളം ഉണ്ടാക്കിയല്ല, കാശ് വയ്ക്കാൻ വന്നതല്ല, അതിനെന്താ ബഹളാവുന്നത്? ഉള്ളപ്പോ വന്ന് ചോദിച്ചേ, ആള് ഇല്ലാത്തപ്പോഴാണ് ചോദിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിന്നെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ല. അവിടെ പോയില്ല, പിന്നെ ഇവിടെ പോയി. ആ ഡൽഹി പോയിക്കാണ്. നിങ്ങൾ ഒരു ആവശ്യത്തിന് തന്നെ പോയത്, പൈസ വാങ്ങിക്കാൻ വേണ്ടി ഡൽഹി പോയത്. ചേട്ടാ ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിൽക്കണുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനാണ് പോയത്. ഞാനാണ് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വിട്ടത്. മതിയാ? വിളിച്ചപ്പം ഫോൺ കിട്ടാത്തത്. ആ അത് തന്നെ. അല്ല, മെമ്പർ പറഞ്ഞ പിന്നെ നമുക്ക് വിഷയമില്ല. എന്തായാലും ഒരാഴ്ചക്കത്തെ കാര്യം നടക്കുമല്ലോ. ആ ഒരാഴ്ചക്ക് വരും, വരും. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വരെ മെമ്പർ ക്ലിയർ ചെയ്ത് തന്നേ പറ്റുള്ളൂ. തരാം എന്ന് പറഞ്ഞ് ഇനി മേലെ ഈ വീട്ടിനകത്ത് വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കും. മെമ്പർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തന്നെ, തന്നാ മതി. ശരി, എന്നാ വെക്കും. ഫോട്ടോ വിടുമ്പോളേ വണ്ടി എടുത്തു സംസാരിക്കാതിരിക്കാനാണ് പറഞ്ഞത്. അവൻ നമുക്ക് കിട്ടും. വണ്ടി എടുക്കും. ക്ലീറ്റോ, നീ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ നിന്റെ ശത്രുവല്ല. നീ എന്നും എൻ്റെ പഴയ കളിക്കൂട്ടുകാരാണ്. നീയാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്. നീ രാവിലെ എന്തോന്ന് പറഞ്ഞത്? അയൽവാസി? ദരിദ്രവാസി അല്ല. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല. സന്തോഷം. Alien versus Alien.